അവിടെ ജോനോപ്പുറം എന്ന സ്ഥലത്താണ് ജനിച്ചത്. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ അറബിയിൽ നിന്ന് വന്ന് അവിടെ സെറ്റിലായ ഒരു അറബിയായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ സ്കൂള് അവിടെ തുടങ്ങി, മുഹമ്മദ് മെമ്മോറിയൽ സ്കൂള്. അവിടെയാണ് ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അപ്പോൾ കൊച്ചിലെ ചെറുപ്പം മുതൽ തന്നെ ഞാനൊരു കലാകാരിയാണെന്ന് പറയാം. എൻ്റെ അമ്മ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. പാട്ട് പഠിപ്പിക്കാനും ഡാൻസ് പഠിപ്പിക്കാനും ഒക്കെ ടീച്ചേഴ്സിനെ വെച്ചിരുന്നു. അങ്ങനെ കൊച്ചിലെ ഞാൻ പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രാമ സ്ക്രിപ്റ്റായിട്ടല്ല, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് എൻ്റെ ഫ്രണ്ട്സിന്, അയൽവാസികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചിട്ട് ഞങ്ങളെ എല്ലാ ആഴ്ചയും എൻഡിൽ സാറ്റർഡേ അവധി സമയത്ത് ഇത് പ്രസൻറ്റ് ചെയ്യുമായിരുന്നു, ഇംപ്രൂവൈസ് ചെയ്ത്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടായിരിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊരു വലിയ രസകരമായൊരു സംഭവമായിരുന്നു. പഠിത്തത്തിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ, കലയിലാണ്, അതും പ്രത്യേകിച്ച് നാടകത്തിൽ. അതിലെല്ലാം ഹീറോ ഒക്കെ ഞാനായിരിക്കും, വേഷം കിട്ടുന്നേ, തോന്നിയ പോലെ മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെ രസകരമായ ഒരു ബാല്യമായിരുന്നു എൻ്റേത്. മുസ്ലിം സമുദായത്തിൽ നിന്ന് പിന്നെ സിനിമയിലും നാടകത്തിലുമൊക്കെ പോകുന്നത് വളരെ കുറച്ചിലായിട്ട് കരുതുന്ന ഒരു കാലഘട്ടമാണ്. എന്നാലും സീനിയേഴ്സ് ധാരാളം പേര് അന്നുണ്ട്. നിലമ്പൂർ ഐഷ, ഉമ്മ, അവരെ പോലെയൊക്കെ അന്ന് പിന്നെ രംഗത്തുണ്ട് വളരെയധികം സീനിയേഴ്സ്. അപ്പോൾ ഇവരുടെയൊക്കെ നാടകങ്ങളൊക്കെ ഞാൻ കൊച്ചിലെ പോയി കാണാറൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഉമ്മർ സാറെന്ന് നാടകത്തിലൊക്കെ ഷൈൻ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ നാടകമൊക്കെ കാണാൻ ഞാൻ പോകും. കാരണം എൻ്റെ പേരൻസ് കൗൺസിലേഴ്സ് ആയിരുന്നു. കലാകാരന്മാരോട് പ്രത്യേകിച്ച് ഒരു ആരാധനാ മനോഭാവം. ശിവാജി ഗണേശനൊക്കെ എൻ്റെ ആരാധനാ പാത്രങ്ങളായിരുന്നു. ജമീല മാലിക്കിന് അഭിനയവാസന ജന്മസിദ്ധമായി കിട്ടിയതാണ്. അത് തെളിയിച്ചെടുക്കാൻ അരങ്ങുകളിൽ പകർത്തി എഴുതാൻ അവസരങ്ങൾ ഉണ്ടായതോടെ ജമീല എന്ന കൊച്ചു പെൺകുട്ടിയിലെ പ്രതിഭ പ്രകാശം പരത്താൻ തുടങ്ങി. അഭിനയം പ്രൊഫഷണൽ ആക്കണമെന്ന ആഗ്രഹമാണ് ഇവരെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കുന്നത്. പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പിന്നെ 2 വർഷം ട്രെയിനിങ് ഡിപ്ലോമ എടുത്തത്. ഡിപ്ലോമ ആണ് കിട്ടിയത് ഫിലിം ആക്ടിങ്ങിൽ. അപ്പോൾ അതുവരെ ഞാൻ സ്കൂൾ ലൈഫാണ് എൻ്റേത്. പിന്നെ 10 കഴിഞ്ഞ് എൻ്റെ മദർ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഓഡിഷൻ ടെസ്റ്റിന് എന്നെ വിളിച്ചു. ഞാൻ വെറുതെ എൻ്റെ മദർ ഇങ്ങനെ അപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഓഡിഷൻ നടത്തിയപ്പോൾ സൗത്തിൽ എനിക്ക് കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ഗേൾ ഞാനാണ് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന. സൗത്ത് ഇന്ത്യയിൽ 2ാമത്തെ ഗേളാണ് ഞാൻ. ഫസ്റ്റ് ഗേള് സിനിമയിലൊന്നും വന്നില്ല, 2ാമത്തെ ഗേൾ ഞാനാണ്. പിന്നെ അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടി. എനിക്ക് എൻ്റെ അമ്മ എല്ലാം പഠിപ്പിച്ചു തന്നു. സ്ക്രിപ്റ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹിന്ദി പിന്നെ കൈകാര്യം ചെയ്യേണ്ടത്, ഹിന്ദി ഡയലോഗ്സൊക്കെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അവരെ സ്ക്രിപ്റ്റ് അയച്ചു തരും നമുക്ക്. അങ്ങനെ അത് ഓഡിഷൻ നടന്നത്, സ്ക്രീൻ ടെസ്റ്റ് നടന്നത് മദ്രാസിലെ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ്. അന്നൊരു നല്ല ഒരു ജഡ്ജിങ് കമ്മിറ്റി ഉണ്ടായിരുന്നു അവിടെ, ഇത് സെലക്ഷൻ കമ്മിറ്റി. അതിൽ അന്നത്തെ ഫേമസ് ഡയറക്ടർ ഭീം സിംഗ്, അതുപോലെ ഫേമസ് അഭിനേത്രി ഡയറക്ടർ പി ഭാനുമതി, ഇവരൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പാൾ. പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പാൾ എല്ലാവരും ആയിരുന്നു അവിടെ. അപ്പോൾ അവിടെ എനിക്ക് ഒരു നല്ല പിന്നെ പ്രായം കുറഞ്ഞ ഒരു കുട്ടി വന്ന് ഇത്രയും നന്നായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേക ഒരു പ്രിഫറൻസ് കിട്ടി. അങ്ങനെ സെലക്ഷൻ കിട്ടി. അങ്ങനെ 2 വർഷം പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനിങ് കഴിഞ്ഞു. ജയാ ബച്ചനൊക്കെ എൻ്റെ സീനിയേഴ്സായിരുന്നു. പിന്നെ അമിതാഭ് ബച്ചനൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കാണാൻ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരാളം നല്ല കോണ്ടാക്ട്സ് അന്നേ എനിക്ക് കിട്ടി. ഇല്ല, സിനിമ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പ്രതിഭാസമ്പന്നരായ ഗുരുക്കന്മാരുടെ ശിഷ്യഗണത്തിൽ ജമീല തന്നിലെ അഭിനേത്രിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് കാലം നല്ല നടിയാകാനുള്ള ഇവരുടെ പരിശീലന കാലമായിരുന്നു. മൂവി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു തുടങ്ങുന്നതും ഇതേ കാലത്ത് തന്നെയാണ്. നാടകങ്ങളൊക്കെ അന്ന് ഞങ്ങൾക്ക് നാടകങ്ങൾ അവിടെ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. 10 സ്റ്റേജ് ഞങ്ങൾക്ക് ചെയ്യണം ഫസ്റ്റ് ഇയറിൽ. ഈ 10 സ്റ്റേജിൽ 3 ഡ്രാമകൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്റ്റുഡൻസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത്. അപ്പോൾ എനിക്ക് കിട്ടിയത് ക്ലാസിക്കൽ സെക്ഷനാണ്. സീത എന്നുള്ള ക്യാരക്ടറാണ് കിട്ടിയത്. അപ്പോൾ ഓരോ മണിക്കൂറാണത്, 3 മണിക്കൂർ 3 നാടകമാണ്. ഈ നാടകത്തിന് 10 സ്റ്റേജിലും വരുന്നത് ഓഡിയൻസ് പിന്നെ ഒരു ദിവസം വരുന്ന സോൾജിയേഴ്സ് ആയിരിക്കും, മറ്റൊരു ദിവസം വരുന്നത് പിന്നെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന പിന്നെ എംപ്ലോയീസ് ആയിരിക്കും. ഇങ്ങനെ 10 സ്റ്റേജ്. അപ്പോൾ അത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ വർഷം.
അന്ന് ചെറിയ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കും. അന്ന് ഇന്നത്തെ ഫേമസ് ക്യാമറാമാൻ രാമചന്ദ്ര ബാബു ഒക്കെ എൻ്റെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് മേറ്റ്സ് ആയിരുന്നു. അവരുടെയൊക്കെ ഷോർട്ട് ഫിലിംസിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഡിപ്ലോമ ഫിലിംസ് KG ജോർജ് സാറിൻ്റെ ആദ്യത്തെ ഹീറോയിൻ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമ ഫിലിം ഫേഴ്സസിൽ ഞാൻ ഹീറോയിനായിരുന്നു. ഇങ്ങനെയുള്ള അതൊക്കെ സെക്കൻഡ് ഇയറിലാണ് ഈ ഡിപ്ലോമ ഫിലിംസൊക്കെ നമുക്ക് കിട്ടിയത്. ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ച് പേരൊക്കെ ഞങ്ങൾ അന്ന് പിന്നെ ഹിന്ദി പിന്നെ BR ഇഷാരയുടെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ BR ഇഷാരക്ക് അവസരം തരാമെന്ന് പറഞ്ഞെങ്കിലും അവർക്കൊക്കെ പെട്ടെന്നൊന്നും ഷൂട്ടിങ് തുടങ്ങില്ല. അങ്ങനെ 3-4 പിന്നെ പടങ്ങൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ബോംബെയിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട് എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലൊക്കെ. വെയിറ്റ് ചെയ്തിട്ട് അതൊന്നും തുടങ്ങാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ ഞങ്ങൾ മദ്രാസിൽ വന്നിട്ടുണ്ടോ ഷീല ചേച്ചി ശാരദ ചേച്ചിയൊക്കെ നല്ല ഒരു വെൽക്കമാണ് എനിക്ക് തന്നത്. പിന്നീട് ഞാൻ ശാരദ ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുമുണ്ട് ചില പടങ്ങളിലൊക്കെ, സെക്കൻഡ് റോളുകളൊക്കെ. പക്ഷേ ഷീല ചേച്ചിക്ക് വാക്കുപാലിക്കാൻ പറ്റിയില്ല. ഷീല ചേച്ചി എന്നെ സെലക്ട് ചെയ്തു ഒരു പടത്തിലേക്ക് സെക്കൻഡ് ഹീറോയിനായിട്ട്. 2-3 പ്രാവശ്യം അത് ക്യാൻസലായപ്പോഴത്തേക്ക് പിന്നെ വേറെ ഒരു പടം എനിക്ക് കിട്ടി, രാജഹംസം. അങ്ങനെ ആ സമയത്ത് തന്നെ പിന്നെ ജോൺ എബ്രഹാം എന്ന് പറഞ്ഞ ഫേമസ് ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെയധികം പിന്നെ ആദർശപരമായ വളരെയധികം പിന്നെ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഈ ഡയറക്ടർ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഇദ്ദേഹം അഗ്രഹാരത്തിലെ കഴുതയിലേക്ക് എന്നെ സെലക്ട് ചെയ്തായിരുന്നു. പക്ഷേ അതും നടന്നില്ല. ഇതും ഷീല ചേച്ചിയുടെ ഫിലിമും ഒരേ സമയത്ത് പറഞ്ഞു വെച്ചെങ്കിലും ഞാൻ അഭിനയിച്ചത് ആ സമയത്ത് രാജഹംസം എന്ന പടത്തിലാണ്. ഈ രാജഹംസം എനിക്ക് പറഞ്ഞു വെച്ച ഫിലിമല്ലായിരുന്നു, അത് ശ്രീലത ചേച്ചി അഭിനയിക്കേണ്ട റോളായിരുന്നു. ആ റോള് എന്തോ ബൈ ചാൻസ് തട്ടിത്തടുമാറി എൻ്റെ സൈഡിൽ വന്ന് ചേരുക ചെയ്ത് ഞാൻ അതിൽ അഭിനയിച്ചു. അത് കോമഡിയൊന്നും എനിക്ക് തീരെ വശമില്ല. എങ്കിലും അന്നത്തെ ഫേമസ് കൊമേഡിയൻ അടൂർ ബാസി സാറിൻ്റെ കൂടെയാണ് ഞാൻ ജോഡിയായിട്ട് അതിൽ അഭിനയിച്ചത്. രാജഹംസം അതിൽ അന്ന് വളരെയധികം ദിവസം ഓടിയ ഒരു പടമാണ്. ആദ്യ ഹീറോയിനായിട്ട് അഭിനയിച്ച പടമാണ് റാഗിങ്. മധുസാറിൻ്റെ നീലക്കണ്ണുകൾ, അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഞാൻ ചെയ്തു. മധുസാറിൻ്റെ സതി എന്ന പടത്തിൽ ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്തു. ഇങ്ങനെ ഒരു ഏകദേശം മലയാളത്തിൽ തന്നെ കുറേ 30-35 പടങ്ങളാണ് ആ സമയത്ത് കിട്ടിയത്. പിന്നെ തമിഴിൽ കിട്ടിയ ചിത്രങ്ങൾ ഓർമ്മിക്കത്തക്ക റോളുകളായിരുന്നു കിട്ടിയതെല്ലാം. 7-8 പടങ്ങൾ കിട്ടിയെങ്കിലും എല്ലാം ഓർമ്മിക്കത്തക്ക റോളുകളായിരുന്നു. അതിലൊന്ന് KR വിജയ അമ്മയുടെ കൂടെ അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഇത്രയും വലിയ ഫേമസ് ഹീറോയിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴേ ഞാൻ ന്യൂ ഫേസ് അല്ലേ, എനിക്ക് ഒരു ആകപ്പാടെ തമിഴൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ അവർ ക്ഷമയോടെ എല്ലാം പറഞ്ഞു തന്ന് പിന്നെ ഞാനതിൽ സെക്കൻഡ് ഹീറോയിനായിരുന്നു. വെള്ളിരഥം ആ പടത്തിൻ്റെ പേര്. പിന്നെ ഓർമ്മിക്കത്തക്ക റോള് നദിയെ തേടി വന്ന കടൽ. ഇന്നത്തെ ചെന്നൈ ചീഫ് മിനിസ്റ്റർ ജയലളിത അമ്മയുടെ പിന്നെ ലാസ്റ്റ് ഫിലിമാണത്, നദിയെ തേടി വന്ന കടൽ. അതിൽ ഞാനൊരു സെക്കൻഡ് ലീഡിങ് റോള് നല്ലൊരു റോള് ചെയ്തു. 10-60 ചിത്രങ്ങൾ ഞാൻ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദിയിലും അഭിനയിച്ചിട്ടുണ്ട്.